എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് UK വിദ്യാർത്ഥികളെ ഒരുപാട് ഏജൻസികളും പല സ്പാം കോൾസും ചൂഷണം ചെയ്യുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും ഈ ഒരു വാർത്ത എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം അത്രയും വിലപ്പെട്ടതാണ് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും. ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരെ വീണ്ടും ഇവിടെ വന്നതിന് ശേഷവും ചൂഷണം ചെയ്യുന്നു എന്നറിയുമ്പോൾ അത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഈ വാർത്തയെ നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നത്. UK സർവകലാശാലകളിലുടനീളമുള്ള നിരവധി വിദ്യാർത്ഥികളെ വഞ്ചകർ ലക്ഷ്യമിടുന്നതായും വലിയ തുക നഷ്ടപ്പെട്ടതായും ഞങ്ങൾക്കറിയാം. വളരെ ഗുരുതരമായ ഒരു അഴിമതി ചൈനീസ് വിദ്യാർത്ഥികളെ നേരിട്ട് ലക്ഷ്യമിടുന്നു. അതിൽ WeChat, മൊബൈൽ കോൺടാക്റ്റുകൾ എന്നിവ ഉൾപ്പെടാം. വിദ്യാർത്ഥികളുടെ അവരുടെ ബാങ്ക്, എംബസി, പോലീസ് അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ഏജൻസി എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുകയും അവർക്ക് ഉടൻ പണം നൽകാനുണ്ടോ എന്നോ അവരുടെ കുടുംബത്തിന് പണം നൽകാനുണ്ടെന്ന് അറിയിക്കുന്നു. അടുത്തിടെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ ലക്ഷ്യമിട്ടായിരുന്നു തട്ടിപ്പ്. HMRCയിൽ UK ടാക്സ് കളക്ഷൻ ഏജൻസി എന്ന് സ്വയം പരിചയപ്പെടുത്തി ആരോ അവരെ വിളിക്കുന്നു. തുടർന്ന് വിളിച്ചയാൾ ബർമിംഗ്ഹാമിലെ ക്രൗൺ കോടതിയിലെ ഒരു കേസ് വർക്കറുമായി നേരിട്ട് കോൾ കണക്ട് ചെയ്യാമെന്നാണ് അറിയിച്ചത്. അത് ക്രൗൺ കോടതിയുടെ യഥാർത്ഥ നമ്പറാണെന്ന് തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥിയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇമിഗ്രേഷൻ ടാക്സ് അടയ്ക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇപ്പോൾ അവർക്കെതിരെ 4 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട്. വിദ്യാർത്ഥികൾ കോൾ വിച്ഛേദിച്ചാൽ പോലീസ് അവരെ ഉടൻ അറസ്റ്റ് ചെയ്യുകയും അവരുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുകയും ചെയ്യും. കോളിലായിരിക്കുമ്പോൾ തന്നെ പണം നൽകിയാൽ അവരുടെ മേലെയുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിക്കുമെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞു. വിദ്യാർത്ഥി ഭയന്ന് സ്ഥലമാറ്റം നടത്തി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം കോൾ വിച്ഛേദിച്ചു. ക്രൗൺ കോടതിയിലേക്ക് തിരികെ വിളിക്കാൻ വിദ്യാർത്ഥി ശ്രമിച്ചപ്പോൾ ആരോപണ വിധേയനായ കേസ് ഓഫീസറോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് അവർ അറിയിച്ചത്. വ്യക്തിഗത വിശദാംശങ്ങളോ പേയ്മെൻറ്റുകളോ അഭ്യർത്ഥിക്കാൻ ഹോം ഓഫീസോ UKVAയോ ഒരിക്കലും ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിയെയും വിളിക്കില്ല എന്നത് ദയവായി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇതുപോലെ കോളുകൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന് പണമടയ്ക്കുകയോ വ്യക്തിഗത വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത്. നിങ്ങളുടെ ടാർഗറ്റ് ചെയ്തിരിക്കുമെന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കയുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടുക. അല്ലെങ്കിൽ 0207044070 എന്ന നമ്പർ വിളിക്കുക. അല്ലെങ്കിൽ 09001700 എന്ന നമ്പറിലോ 020704030172 എന്ന നമ്പറിലോ യൂണിവേഴ്സിറ്റി സെക്യൂരിറ്റി ആയിട്ടോ ബന്ധപ്പെടുക. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് പൈസ അയച്ചു കൊടുക്കുകയോ പേടിക്കുകയോ ചെയ്യരുത്. ധൈര്യപൂർവ്വം അവരോട് സംസാരിക്കുകയും അതിനുശേഷം നിങ്ങൾ തിരിച്ച് അവരുടെ യഥാർത്ഥ കോളുകൾ അല്ലെങ്കിൽ യഥാർത്ഥ അഡ്രസ്സ് തപ്പുകയും ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അതിനുശേഷം അവരെ കോൺടാക്റ്റ് ചെയ്യുകയും ഇതുപോലെ ഒരു എൻക്വയറി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള കേസോ നിലവിലുണ്ടോ എന്നുള്ളതെല്ലാം അവരെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാതെ കോൾ കട്ട് ചെയ്യുക ഇതില്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ നിങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ വൻ തുകകളാണ് അവർ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കെതിരെ വലിയ കേസ് എടുക്കും, കോടതി എടുക്കും, അങ്ങനെ ഒന്നും നിലവിലില്ല എന്നാണ് ഗവൺമെൻറ്റും ബാക്കി അന്വേഷണ ഏജൻസികളും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ വരുന്ന കോളുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആവശ്യമെങ്കിൽ നിങ്ങളത് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് എടുത്തുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള
ഈ ഏതാ UKVI ആണോ അല്ലെങ്കിൽ ഏത് ഏജൻസി ആണോ അല്ലെങ്കിൽ ഏത് സ്റ്റേഷനാണ് എന്നുള്ളതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സത്യസന്ധത അല്ലെങ്കിൽ നിങ്ങളുടെ മേലുള്ള ക്രിമിനൽ കേസുകളോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾ അറിയുക. അതിനുശേഷം മാത്രം മുന്നോട്ട് പോവുക. അതും നിങ്ങൾക്ക് എല്ലാ UK-യിലെ എല്ലാ കാര്യങ്ങളിലും അവർ നമുക്ക് ആദ്യം മുന്നറിയിപ്പ് തരികയും അതിനുശേഷം ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി അവർ നമ്മളെ 2-3 തവണ മുന്നറിയിപ്പ് തന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള നടപടികളിലേക്ക് പോവുകയുള്ളൂ. ആ മുന്നറിയിപ്പ് തരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരിക്കൽ നിങ്ങൾ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ ഒന്നും നിങ്ങളെ നോക്കാറില്ല, വേണ്ട നിയമ നടപടികളിലേക്ക് പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇത് വലിയൊരു സ്കാമായിട്ട് ഇപ്പോൾ UK-യിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു UK-യിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഈ സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല രീതിയിലുള്ള സ്കാമുകൾ ഇതുപോലെ ഒക്കെ നടക്കുന്നുണ്ട്. സെയിം ലൈക്ക് ഇപ്പോൾ UK-യിലും നടക്കുന്നു. ഇപ്പോൾ ഇന്ത്യ വിദ്യാർത്ഥികളെയാണ് ഏറ്റവും കൂടുതൽ, കാരണം UK-യിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരെയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ വിദ്യാർത്ഥികളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് അവരുടെ വിസയ്ക്കോ വേറെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് പ്രശ്നം വരുമോ എന്ന് അറിയാത്തത് കൊണ്ട് പേടിച്ച് അവർ വേഗം ആ പൈസ അടയ്ക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. എങ്കിൽ കൂടി ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങളെല്ലാം വളരെ പക്വതപരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് ശ്രദ്ധിക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.